യോർദാൻ മരണത്തിനെ പേർ ചൊല്ലി വിളിക്കുന്ന സ്ഥലമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഇസ്രായേൽ ജനം ഇത് കടന്ന നാൾ മുതൽ, എത്ര പേര് എന്നോട് കൂടെ ഉണ്ട്? ഇസ്രായേൽ ജനം ഈ യോർദാൻ കടന്ന നാൾ മുതൽ ദൈവം ഇതിന്റെ പേര് മാറ്റി. മരണത്തെ പുൽകിയിരുന്നതായ, അനേകരെ മരണത്തിലേക്ക് നയിച്ചതായ ഈ യോർദാന്റെ പേര് ദൈവം മാറ്റിട്ട് പറയുകയാണ്, ഇവിടെ ജീവൻ ഉത്ഭവിക്കാൻ പോകുക. ഇതിന്റെ വെളിപ്പാട് കിട്ടണമെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ രാത്രി സമയങ്ങളിൽ എന്നോട് ഇടപെട്ട ദൈവിക സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനിടയാകും. ഹല്ലേലൂയ. മരണത്തെ പുൽകിയിരുന്ന എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ ഭയത്തെ നേടിയിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തെ കണ്ടെത്തിയവൻ പിന്നെ ജീവനെ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ അവൻ ഹല്ലേലൂയ ഒരു സമരിയക്കാത്ത സ്ത്രീ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെല്ലാം മരണത്തെ പുൽകുവാൻ നഷ്ടപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. എന്നാൽ ജീവനായകനായ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു നഷ്ടമുണ്ടായിട്ട് നാം കാണുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ബന്ധനങ്ങൾ മാറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്നും പേടിയോടുകൂടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ നോക്കിക്കാണുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയുവാൻ ഒന്നേ ഉള്ളൂ, നിന്റെ ഭയത്തെ ഇന്ന് രാത്രി ദൈവം മാറ്റുന്ന ഒരു രാത്രിയാണ്. കാരണം എന്തെന്നറിയാമോ? ദൈവം പേര് മാറ്റിയാൽ പിന്നെ നീ പഴയതല്ല, നീ ഒരു പുതിയ തുടക്കമാണ്. ദൈവം പേര് മാറ്റിയാൽ നീ പഴയ വ്യക്തിയല്ല, നീ ഒരു പുതിയ തുടക്കത്തിന്റെ ആരംഭം കുറിക്കുന്നവനാണ്. യോർദാൻ കടന്ന ഇസ്രായേൽ ജനം ഹല്ലേലൂയ ഇതൊരു ലാൻഡ്മാർക്ക് ആക്കി വെച്ചു. ഹല്ലേലൂയ. ഈ യോർദാനിൽ ഒരു സംഭവം നടന്നു. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഒരു നയമാണ്. എലീശയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, എന്റെ കുഷ്ഠം നീ മാറ്റി തരണം. എലീശ പറയുകയാണ്, നീ എവിടാ? യോർദാനിൽ 7 പ്രാവശ്യം. കഴിഞ്ഞ നാളുകളിൽ മരണത്തെ പൊഴിയുന്ന യോർദാൻ നദി, കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്ന യോർദാൻ നദി അവിടെ ജീവൻ ഉത്ഭവിപ്പിക്കുന്ന ഹല്ലേലൂയ ഒരു നദിയായി ദൈവം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നയമാൻ ആ ദൈവിക കൽപ്പന പ്രകാരം 1 മുങ്ങി, 2 മുങ്ങി, 3 മുങ്ങി, 7-ാം പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ അവന്റെ ശരീരം ഒരു യൗവനക്കാരന്റെ ശരീരം പോലെ ആയിത്തീരുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഈ യോർദാൻ നദിക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടല്ല, ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ ഒരുക്കമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഒരു ട്രാൻസിഷനാണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായത്. ഇന്ന് രാത്രി നീ പശ്ചാത്തലത്തെ നോക്കിയാണ് ജീവിക്കേണ്ടത്. ദൈവ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നീ ഒരുക്കമുള്ളവനാണെങ്കിൽ നിന്റെ പശ്ചാത്തലത്തെ മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയാകും. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചതായ, ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ചതായ നയമാന ഇതേ അനുഭവം ലഭിക്കുവാനിടയായെങ്കിൽ ഒരു ഏലിയാവ് തന്റെ പുതപ്പ് കൊണ്ട് അടിച്ചിട്ട് യോർദാൻ ഇക്കരെ വരുവാനായിട്ടിടയായി. യോർദാനിലെ വെള്ളം പിരിഞ്ഞു മാറി. ഇവിടെ ചെങ്കടലിൽ സംഭവിച്ച ഒരു അതേ പ്രക്രിയ ഈ ഏലിയാവിന്റെ പുതപ്പിൽ കൂടെ വെളിപ്പെടുവാനായിട്ടിടയായി. ഏലിശയും ഏലിയാവും ഒരുമിച്ച് കടക്കുവാനായിട്ടിടയായി. പിന്നീടുള്ള കാര്യമാണ് നാം ചിന്തിക്കുവാനായിട്ടിടയാകേണ്ടത്. ഏലിയാവിനെ യഹോവയായ ദൈവം സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കുവാൻ തന്റെ തേരിനോട് ഒന്നിച്ചു കടന്നു പോകുന്നത് എലീശ നോക്കി നിന്ന് അവൻ ഉപയോഗിച്ചിരുന്ന ആ പുതപ്പ് കൊടുങ്കാറ്റിന്റെ നടുവിൽ കൂടെ തന്റെ മേൽ വന്ന് പതിച്ചപ്പോൾ ഈ അതേ പുതപ്പെടുത്തിട്ട് എലീശ മടങ്ങി യാത്ര ചെയ്യുക. ഹല്ലേലൂയ. യോർദാൻ കടക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ അനോയിന്റിങ്ങോടെ എലീശ ഈ യോർദാൻ തിരിച്ചു കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇരട്ടി ശക്തി പ്രാപിച്ച എലീശ അവന്റെ കയ്യിൽ കടന്നു വന്നതായ ആ പുതപ്പെടുത്ത് യോർദാനെ എങ്ങനെയാണോ ഏലിയ വീശിയത് അതുപോലെ തന്നെ വീശിയിട്ട് അപ്പുറം കടക്കുവാനായിട്ടിടയായി. ആമേൻ. എത്ര പേർക്ക് ഇതിന്റെ പവർ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, ചില വ്യക്തികളെ ദൈവം അനോയിന്റ് ചെയ്യാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. ചില വ്യക്തികളെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കാൻ പോവാ.
എന്താണെന്നറിയാമോ? ഒരു ഏലിയാവ് പോയപ്പോൾ എലീശയുടെ മേൽ പതിഞ്ഞതായ ഒരു അഭിഷേകം, അതുകൊണ്ട് അവൻ അപ്പുറം കടന്ന് അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ പട്ടിക നമുക്ക് തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആമേൻ, ഹല്ലേലൂയ, സ്നാപകനായ യോഹന്നാൻ എവിടെ? യോർദാനിൽ. എന്താ ചെയ്യുന്നത്? മനുഷ്യനെ രക്ഷപ്രദാനം ചെയ്യുവാൻ, മാനസാന്തരത്തിൽ കൂടെ അങ്ങനെ ഒരു വിടുതൽ വ്യാപരിപ്പിക്കുവാനായിട്ട് യോർദാനിൽ ജനത്തെ മുക്കുക. ഹല്ലേലൂയ. അതേ സ്ഥലത്തേക്ക് വാഗ്ദത്തം നിറഞ്ഞവനായ യേശു ക്രിസ്തു കടന്നു വരുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, യേശു ആ യോർദാനിൽ സ്നാനപ്പെടുവാനിടയായി. യോർദാനിൽ സ്നാനപ്പെട്ട് കയറിയതായ യേശുവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? സ്വർഗം തുറക്കുവാനിടയായി. ആമേൻ. വാഗ്ദത്തത്തിനുള്ളിലേക്ക് കയറുന്ന നിന്റെ ജീവിതത്തിൽ സ്വർഗം